ഹലോ. ആ ചേട്ടൻ ഇറങ്ങിയോ? ഞാൻ ഇറങ്ങി. എന്തേലും വാങ്ങണോ? മക്കൾക്ക് എന്തേലും കഴിക്കാൻ വാങ്ങിയത്? കഴിക്കാനുള്ള മാത്രം മതിയോ? പിന്നെ പ്രത്യേകിച്ചൊന്നും വേണ്ട. എന്നാ ശരി. ആ ശരി. ഉണ്ട വാങ്ങിച്ചിട്ട് എല്ലാം ഒരു കവറിനകത്ത് എത്ര രൂപയായി? 140. പറ. ചേട്ടാ ഇച്ചിരി പച്ചക്കറി മീനൂടെ വാങ്ങിക്കണേ. മീനും പച്ചക്കറിയോ? ശരി വാങ്ങിക്കാം. വേറൊന്നും വേണ്ട. പിള്ളേർക്കുള്ളത് വാങ്ങിച്ചു. ശരി. ഓക്കെ. കിറ്റ് എടുക്ക. 200 രൂപ എടുത്തു. നമ്മൾ ഈ കിറ്റേ എടുക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വേണമെന്നേ കൃത്യമായിട്ട് അറിയത്തില്ല. അതൊക്കെ വന്ന് പെണ്ണുങ്ങൾ വാങ്ങിക്കണം. പെണ്ണുങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വേണ്ടുന്നത് കൃത്യമായിട്ട് അവർ നോക്കിയെടുക്കും. പിന്നെ അതെല്ലാം ഉണ്ടല്ലോ. കിട്ടിയെന്ന് വിളിയോടെ വിളി. ഓരോരോ ഐറ്റങ്ങൾ ഓരോ പ്രാവശ്യം വിളിച്ച് പറയുന്നത്. ഇനി അടുത്ത കോൾ ഇനി ഉടനെ വരും. പിന്നെ എന്തോ വിളിക്കുന്നേ? ഹലോ ചേട്ടാ. പറ. ചേട്ടൻ പച്ചക്കറി വാങ്ങിച്ചോ? കിറ്റാ വാങ്ങിച്ചെങ്കിലേ ഇത്തിരി ഇഞ്ചിയുടെ വാങ്ങിക്കണേ. ഇഞ്ചിയോ? ഞാൻ ഇഞ്ചിയുടെ കാര്യം പറയാനങ്ങ് മറന്നുപോയി. നിനക്കിത് നേരത്തെ പറഞ്ഞുകൂടെ? ഞാൻ പച്ചക്കറി വാങ്ങിച്ചോണ്ട് ഇറങ്ങിയില്ലയോ? ഇത് ഓരോന്നോരോന്ന് പറയാതെ. അയ്യോ ചേട്ടാ, ഞാനേ ഇഞ്ചിയുടെ കാര്യം ഇപ്പഴേട്ടാ ഓർത്തേ, അതുകൊണ്ടാ. ഇങ്ങനെ പറയാതെ ഒരുമിച്ച് പറയുവാണെങ്കിൽ ഇത് വാങ്ങരുത്. ഇത് എന്തൊരു കഷ്ടമാണ് പറ. എനിക്ക് ഇച്ചിരി ഇഞ്ചിയുടെ തരണേ. അഖിലെത്ര? മതി. അല്ല അത് എന്താ ചെയ്യാനാ? ഓരോന്നോരോന്ന് പറയും. പിന്നെ നമ്മൾ ഇല്ലേ വാങ്ങിക്കാനൊക്കെ. അയ്യോ മോനെ, അച്ഛൻ വരാറായോടാ. മോനെ 1-2 കൂട്ടം സാധനം കൂടെ വേണമായിരുന്നടാ. ഇനിയും ഞാൻ വിളിച്ചു പറഞ്ഞാൽ അച്ഛൻ എന്നെ വഴക്ക് പറയും. മോനെ ഒന്ന് വിളിക്കടാ അച്ഛനെ. അമ്മ അങ്ങ് വിളിക്കാമേ, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇനി അത് മതി. അച്ഛൻ എന്നെ പറയാം. മോനെ നിനക്കൊന്ന് വിളിക്കാൻ വയ്യാലിയോ? എന്നാ പിന്നെ ഞാൻ തന്നെ വിളിക്കാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? എനിക്ക് വേണ്ട സാധനങ്ങളല്ലേ. പിന്നെ അടുത്ത കോള് വരുന്നുണ്ട്. എന്തുവാണ് ഓരോന്നോരോന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്? പറ. എന്തുവായി അടുത്തത്? ചേട്ടാ 1-2 കൂട്ടം സാധനം കൂടെ വേണമായിരുന്നു. എടി ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലോ ഒരു പൊട്ടിക്കാൻ പറ്റുമെന്ന് കേട്ടോ. എന്തോ ഇത് ഓരോന്നോരോന്നോരോന്നോരോ. ഞാൻ അടുക്കളയിലെ സാധനങ്ങൾ മാത്രമേ ഓർത്തുള്ളൂ ചേട്ടാ. കുറച്ച് ക്ലീനിങ് സാധനങ്ങൾ കൂടെ വേണമായിരുന്നു. പറ. എന്തുവായി? ഡിഷ് വാഷ്, പിന്നെ വാഷിംഗ് മെഷീൻ ഒഴിക്കുന്ന ലിക്വിഡ്, കംഫർട്ട് വേണം, സോപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണേ. അതുകൂടെ വാങ്ങിയത്. നിനക്കൊരു ലിസ്റ്റ് എഴുതി വെക്കരുതോ? അല്ലെങ്കിൽ നിനക്ക് വാട്സപ്പിനകത്ത് നിനക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് പറയരുതോ? ഇത് ഒന്ന് പറഞ്ഞു ഒരു കടയിൽ കയറി, 2 പറഞ്ഞു ഒരു കട. ഓരോ സാധനങ്ങളും ഓരോ കടയിലാണ് ഉള്ളത്. മനസ്സിലായോ? ഓരോരുത്തർക്കും കയറി വാങ്ങിക്കണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാം. എങ്ങനെയൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി വാങ്ങിച്ചോണ്ട് വന്നാൽ പോരായോ? ഒരു കടയിൽ തന്നെ 3 വട്ടമാണ് കയറുന്നത്. അതെ, മനുഷ്യന് രാത്രി സമയം എത്രയെന്നറിയാവോ? എന്തൊക്കെയായിരുന്നു ഈ പറഞ്ഞെന്ന് തോന്നുന്നത്? ഓരോന്നോരോന്നോരോന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് കംഫോർട്ട്, ഫ്രണ്ട് ലോഡ്, ഹാർപ്പിക്ക്, ഡിഷ് വാഷ്, സോപ്പ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ മേടിക്കാം. 818 അല്ലേ? എണ്ണായിട്ടുണ്ടേ. പിന്നെ അടുത്തടുത്ത കോളുകളാണല്ലോ. പറ. ചേട്ടാ ഒരൈറ്റം കൂടെ. നിനക്ക് ഇതേണ്ട ഒരുമാതിരി വർത്താനം പറയില്ല കേട്ടോ. ഓരോന്നോരോന്നോരോന്നോരോന്നോരോന്ന് പറയുന്നത്. ഞാൻ വീടെത്താറായി. ഇനിയും തന്നെത്താൻ വന്ന് അങ്ങോട്ട് വാങ്ങിയത്. ഇല്ല നാളെ കാണാൻ വാങ്ങി അങ്ങോട്ട് ഉണ്ടാക്കിയത്. എന്താ ഇത്? ഇതിനാ പറയുന്നത് ഒരു സാധനം എല്ലാം കൂടെ വേണമെങ്കിൽ ഒരു ലിസ്റ്റ് എഴുതി വെച്ചേക്കണം. അത് രാവിലെ അല്ലെങ്കിൽ ഞാൻ പോരുമ്പോൾ എനിക്ക് തന്നു വിടണം. അല്ലെ വൈകിട്ട് വാട്സപ്പിലുണ്ട്. വാട്സപ്പിനകത്തോട്ട് എഴുതി ഇങ്ങോട്ട് ഇടണം. ഞാൻ വേണ്ടുന്ന എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ കയറി അത് വാങ്ങിച്ചോണ്ട് വരും. ഇത് നിനക്കറിയത്തില്ല? ഓരോ സാധനം ഉണ്ട്. പച്ചക്കറി ഒരിടത്താ, മീൻ വേറൊരിടത്താ, പലചരക്ക് സാധനം വേറൊരിടത്താ. ഇത് ഓരോരുത്തർക്ക് എത്ര വണ്ടി നിർത്തി ഹെൽമെറ്റ് ഊരി. ഇത് മനുഷ്യ പണിയുള്ള കാര്യം. ഇത് ഒരുമിച്ചാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചോണ്ടെങ്കിൽ പോരാ. ഓരോന്നോരോന്നോരോന്ന് ഉണ്ടാക്കുന്നു, വെച്ചിട്ട് പോകുന്നു. മോനെ അമ്മ എന്തിയടാ? മോനെ പിന്നെ വണ്ടിയല്ലേ പിന്നെ മീൻ വാങ്ങിച്ചത് ഇരിപ്പുണ്ട്, കഴിക്കാനുള്ളത് ഇരിപ്പുണ്ട്. അതിങ്ങ് എടുത്തു. സാധനങ്ങളെല്ലാം വേണ്ടുന്നത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നാളെ മുതൽ രാവിലെ പോകുന്നുണ്ട് എന്തെങ്കിലും ഉണ്ട്. എന്താ മോനെ? അതോടെ വെച്ചു, മീനോട് വെച്ചു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നാളെ മുതൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് എഴുതി തരുമോ, എന്തെങ്കിലും ചെയ്തോണം. ഇല്ലെങ്കിൽ വൈകുന്നേരത്ത് എൻ്റെ വാട്സപ്പിനകത്താണ് ലിസ്റ്റ് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതി കിട്ടണം.
ഞാൻ അവിടുന്ന് ഇറങ്ങി കഴിയുന്നുണ്ട് ഓരോ സമയത്ത് അത് വേണം ഇത് വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ഗുണഗുണാന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കരുത്. കേട്ടല്ലോ? ഇത് മനുഷ്യനെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നത്. ഓരോ സാധനം ഓരോ സ്ഥലത്താണ് ഉള്ളത്. മീൻ മേടിക്കുന്നിടത്തല്ല പച്ചക്കറി ഉള്ളത്, പച്ചക്കറി വാങ്ങിക്കുന്നിടത്തല്ല ഈ സോപ്പും മറ്റുള്ള സാധനങ്ങളും ഉള്ളത്. അതിനിടയ്ക്ക് മുട്ട വേണം. അന്നേരം ഈ മുട്ട വാങ്ങിക്കുന്നത് മുട്ടക്കടയിൽ പോകണം. ഇതൊന്നും എല്ലാം ഓരോരുത്തരുടെ, ഇത് ഓരോന്നും ഓരോ സ്ഥലത്താണ് ഉള്ളത്. ഈ വണ്ടി ഓടിച്ചുകൊണ്ട് വൈകുന്നേരത്തെ ഓരോന്ന് അത് നമുക്ക് അറേഞ്ച് ചെയ്ത് പോവാം. പച്ചക്കറി കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിച്ചു കഴിഞ്ഞുകൊണ്ട് ഇഞ്ചി വേണം, പിന്നെ വീണ്ടും തിരിച്ചു പോകണം പച്ചക്കറി കടയിൽ. ഇത് ഒരുമിച്ച് പറയുവാണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാം. കേട്ടോ? മേലെ ഇനി ഇങ്ങനെ ഗുണഗുണാന്ന് വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേക്കാം. ഓരോ സാധനങ്ങൾ നോക്കുമ്പോഴേ ചേട്ടായി ഓരോന്ന് തീരുന്ന അറിയുന്നത്. ചേട്ടൻ എന്നെ ആദ്യം വിളിച്ചപ്പം ഞാൻ നോക്കിയപ്പോ ഒരു സാധനം തീർന്നു, എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞത്. പിന്നെ നോക്കിയപ്പോ അടുത്ത സാധനം ഇല്ല. ഞാൻ വിചാരിച്ചു ചേട്ടന് കടയിൽ തന്നെ നിൽക്കുകയായിരിക്കും എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ വിളിച്ചത്. ഞാൻ വിളിക്കുമ്പോൾ ചേട്ടൻ ഒന്ന് ഫോൺ എടുക്കണം, അത്രയല്ലേ ഉള്ളൂ. ആ നാളെ തൊട്ടാട്ട് വാട്സപ്പിൽ തന്നെ അയക്കാം. അല്ലെങ്കിൽ രാവിലെ പോകുമ്പോൾ ഒരു വലിയ ലിസ്റ്റ് അങ്ങ് തന്നു വിടുക. കേട്ടോ? അയ്യോ എനിക്ക് കടുക് തീർന്നായിരുന്നു, ഇത്തിരി കടുകൂടെ വേണമായിരുന്നു.